മഹാകവി കാളിദാസൻ മുതലിങ്ങോട്ട് തങ്ങളുടെ കലാസാഹിത്യ സൃഷ്ടികളിലൂടെ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത ഭാരതത്തിലെ എല്ലാവരോടും, പ്രത്യേകിച്ച് മലയാള സിനിമയിലെയും ഹാസ്യരംഗത്തെയും എല്ലാ കലാകാരന്മാരോടുമുള്ള കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈസ്റ്റ് ലണ്ടനിലെ കലാസ്നേഹികൾ അവതരിപ്പിക്കുന്നു ശാകുന്തളം 2025. ഈ സ്കിറ്റിൽ ഏതെങ്കിലും വ്യക്തിയെയോ പ്രസ്ഥാനത്തെയോ ആക്ഷേപിക്കുന്നതായി തോന്നിയാൽ അത് തികച്ചും ഹാസ്യത്തിന്റെ ഭാഗമായി മാത്രം എടുത്തുകൊള്ളണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ ആരംഭിക്കട്ടെ. അനുഗ്രഹിച്ചാലും. നിന്നെ ഞാൻ ഇന്ന് തോൽപ്പിക്കും. അയ്യോ അരുതേ, വെടിവെക്കരുതേ. പേടിക്കണ്ട, വെടിവെക്കില്ല. ഞാൻ ഉന്നം മാത്രമേ വെക്കാറുള്ളൂ. അതെന്താ? എന്നിട്ട് വേണം ആ ഫോറസ്റ്റുകാർ എന്നെ പിടിച്ച് കൊമ്മ കൊമ്മ എന്നും പറഞ്ഞിടിക്കാൻ. ഇപ്പോൾ മനുഷ്യരെക്കാൾ പവർ മൃഗങ്ങൾക്കല്ലേ? അവർക്ക് കാട്ടിലും ജീവിക്കാം, നാട്ടിലും ഇറങ്ങാം. ആ സൽമാൻ ഒരു മാനിനെ വെടിവെച്ച കേസ് ഇതുവരെ തീർന്നില്ല. പോരാത്തതിന് വധഭീഷണി. ആട്ടെ, അങ്ങ് ആരാണ്? ഞാനാണ് ദുഷ്യന്ത മഹാരാജാവ്. അല്ല, കുമാരിയുടെ പേരെന്താണ്? ഞാൻ കണ്ണംകുളത്ത് കണ്ണ മഹർഷിയുടെ മകൾ ശകുന്തള. ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഇതാണ് എന്റെ ഐഡന്റിറ്റി. അത് തന്നെ. ഈ കാട്ടിൽ ഇത്രമാത്രം മരങ്ങൾ ഉണ്ടായിട്ടും ഒരു തെങ്ങില്ലാതെ പോയല്ലോ. അതെന്തിനാ? നിന്റെ നാക്കൊന്ന് വടിക്കാൻ നല്ല അച്ചരപ്പെടുതാ. എന്തു പറ്റി? കാലിൽ ദർഭമന കൊണ്ടോ? ആര് ചൂയിങ്കം ചവച്ചിട്ടത് കാലിൽ പറ്റിയതാ. ഇപ്പം ശരിയാക്കി തരാം. താങ്ക് യു ദിശേട്ടാ. അയ്യോ, വണ്ട് അതിനെ ആക്രമിക്കാൻ വരുന്നു. എന്ത്? വണ്ടിനും അഹങ്കാരം? ഇപ്പൊ കാണിച്ചു തരാം. എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 100. ഞാനൊന്നും കാണുന്നില്ലല്ലോ. അതൊക്കെ ആ ഗ്രാഫിക്സുകാർ കാണിച്ചോളും. ദേയ്, വണ്ടിനെ കളയാൻ മറക്കല്ലേ. ഡാ, വണ്ട് പോയി. വീണ്ടും താങ്ക് യു ദിശേട്ടാ. ഓ, എന്തു പറ്റി? എന്റെ വയറ്റിൽ ബട്ടർഫ്ലൈ പറക്കുന്നത് പോലെ. എനിക്ക് കാര്യം മനസ്സിലായി. എന്നോട് പ്രേമല്ലേ? എങ്ങനെ മനസ്സിലായി? ഞാൻ നിവിൻ പോളിയുടെ ഓംശാന്തിയോശന കണ്ടായിരുന്നു. കൊച്ചു കള്ളി. ദുഷ്യേട്ടാ, നമുക്ക് ആ മാലിന്യ നദിക്കരിൽ കണ്ണാടി നോക്കി ഇരുന്നാലോ? അത് ബോറടിക്കില്ലേ? നമുക്ക് ഡംഷററ്റ്സ് കളിച്ചാലോ? റോയൽ ഡംഷററ്റ്സ്. എന്നാ ശരി, ദുഷ്യേട്ടൻ ആദ്യം ചെയ്യേ. കല്ല്, സ്ഫടികം, ഗോളം, ചോട്ടാ മുംബൈ. ഇത്ര പെട്ടെന്നോ? ഞാൻ ആവേശവും കണ്ടായിരുന്നു. അതായിരിക്കും ഇത്രയും ആവേശം. എന്നാൽ താ. എന്ത് സമ്മാനം? ഞാൻ കറക്റ്റ് ആൻസർ പറഞ്ഞില്ലേ? ഞാൻ സമ്മാനമൊന്നും കണ്ടെത്തിട്ടില്ല. എനിക്ക് വേണം, എനിക്കിത് തരണം. ഈ തൃശ്ശൂര് ഞാൻ ഇങ്ങ് എടുക്കുക. അല്ല, ഈ മുദ്രമോതിരം ഞാൻ ഇങ്ങ് എടുക്കുക. ശരി, എന്നാ ഗോൾഡ് ആണോ? വെറും ഗോൾഡ് അല്ല, റോൾഡ് ഗോൾഡ്. വൺസ് മോർ താങ്ക് യു ദിശേട്ടാ. ശകു, നീ ഇതെന്ത് ചെയ്യും? ഞാനാ മീൻ തീറ്റ പാത്രത്തിൽ വെക്കും. അതെന്തിനാ? അച്ഛൻ കണ്ടാൽ ഇത് കൊണ്ട് പണയം വെച്ച് കള്ളു കുടിക്കും. സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. കൊട്ടാരത്തിൽ പോകാൻ സമയമായി. ഇത്ര പെട്ടെന്നോ? ഇരുട്ടുന്നതിന് മുമ്പ് ചെന്നില്ലേ ഭടന്മാരോരോ ഗോസിപ്പ് പറഞ്ഞു വരുത്തും. പോരാത്തതിന് ഞാൻ ഇന്നലെ വാളും വെച്ചിട്ടാ വന്നത്. നല്ല അടിയാണല്ലേ? ഇത് ആ വാളല്ല ശകു, എന്റെ ഉടവാളിന്റെ കാര്യമാ പറഞ്ഞത്. എന്നാൽ പോട്ടെ ശകു, ബൈ. ബൈ ദുഷ്യേട്ടാ, മിസ് യു. ശകുന്തളേ, ശകുന്തളേ, എടി ശകുന്തളേ. എന്ത്? നാം ഇവിടെ ലാൻഡ് ചെയ്തിട്ട് നമ്മെ മൈൻഡ് ചെയ്തില്ലെന്നോ? നിന്റെ മൈൻഡ് ആകെ മാറിയിരിക്കുന്നു. ആ, നെവർ മൈൻഡ്. ഇവളെ എഴുന്നേൽപ്പിക്കാൻ എന്താണ് വഴി? ഐഡിയ. അമ്പാണെ ശ്രദ്ധിക്കാൻ പറ.
ശ്രദ്ധിക്കണം അങ്ങോട്ട്. അയ്യോ, ദുർവാസ അങ്കിളോ? സോറി, അങ്കിള് വന്നത് ഞാൻ കണ്ടില്ല. ഓ, നീ കണ്ടില്ലല്ലേ? ഐ ആം ഗോയിങ് ടു പ്രാഗ് യു. എന്ന് വെച്ചാ ഞാൻ നിന്നെ പ്രാകാൻ പോവുക. അയ്യോ അങ്കിൾ അരുത്. യെസ് യെസ് യെസ്, ഞാൻ പ്രാകും. എനിക്ക് പ്രാകണം. ഓക്കെ, റെഡി? ഞാൻ വന്നപ്പോൾ നീ ആരെ ഓർത്തുകൊണ്ടിരുന്നു? അവൻ നിന്നെ മറന്നും കൂട്ടി. അങ്കിൾ പ്ലീസ്, ഇത് പിൻവലിക്കണം. എന്റെ പ്രാണനാഥനാണ് ഓർത്തുകൊണ്ടിരുന്നത്. പ്ലീസ് അങ്കിൾ, നാരങ്ങ മിഠായി മേടിച്ചു തരാം. ഒരിക്കൽ ശപിച്ചാൽ പിൻവലിക്കാൻ സാധിക്കില്ല. പിന്നെ നീ ആയതുകൊണ്ട് അല്പം ഡിസ്കൗണ്ട് തരാം. നീ എന്തെങ്കിലും തെളിവ് കാണിച്ചാൽ അവൻ നിന്നെ ഓർമ്മിക്കും. ഐ ആം ദുർവാസ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഷിറ്റ്. ഷീറ്റോ? അല്ല, ഷിറ്റ്. ശകുന്തളേ, ഇത് നടക്കില്ല. Not happening. എന്താ അച്ഛാ? നീ ഏതോ ഒരുത്തനുമായി പ്രണയത്തിലാണെന്ന് ഞാൻ കേട്ടല്ലോ. എന്നെ കൊന്നാലും ഇത് നടക്കില്ല. നോ നോ നോ. By the way, ആരാണവൻ? ദുഷ്യന്ത മഹാരാജാവ്. ആണോ? മഹാരാജാവോ? മിടുക്കി. പുളിങ്കൊമ്പിൽ തന്നെയാ പിടിച്ചത്. നമുക്ക് എത്രയും വേഗം ഈ കല്യാണം നടത്തണം. അച്ഛനല്ലേ കുറച്ചു മുൻപ് പറഞ്ഞത് ഈ കല്യാണം നടക്കില്ലെന്ന്? പല കാട്ടാളനെയും നീ പ്രേമിച്ചെന്ന് കരുതിയല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ കാട്ടിൽ കിടന്ന് മടുത്തു. കൊട്ടാരത്തിൽ ചെന്നിട്ട് വേണമെന്ന് അടിച്ചു പൊളിക്കാൻ. നീ ആ മേനകയുടെ മോള് തന്നെ. ശരി അച്ഛാ, ഞാനൊരു ഓട്ടോറിക്ഷ വിളിക്കാം. നമുക്ക് ഉടൻ പുറപ്പെടാം. രംഗം 2. ദുഷ്യന്ത മഹാരാജാവിന്റെ വാടക കൊട്ടാരം. കോഴ സാമ്രാജ്യം വാഴും പിത്തശൂല മഹാരാജാവ്, കോലോത്തിരി മെഴുകുതിരി ചന്ദ്രത്തിരി കൊതുകുതിരി തമ്പുരാൻ. ഇതാ ഇയാൾ ഇത് എവിടെ പോയി കിടക്കുക? എന്താ പാണ്ടാരോടങ്ങാൻ വരുന്നുണ്ട്. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ. ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല. ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല. ഇവനെ തൊഴുവാനായും ജനത്തിരക്ക്, കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണപ്പേട്. നമ്മെ എന്തിനിങ്ങനെ പുകഴ്ത്തുന്നു? പ്രഭു, അങ്ങേ മോന്ത കാണിക്കാൻ കാട്ടിൽ നിന്നും 2 പേര് എത്തിയിരിക്കുന്നു. കാട്ടിൽ നിന്നോ? ഫോറസ്റ്റുകാരാണോ? എന്തോ ചുറ്റിക്കളിയാണെന്നാ തോന്നുന്നേ. പെണ്ണുങ്ങളെ പറ്റിക്കുന്ന എല്ലാവരെയും തുറങ്കിലടയ്ക്കണം. ആട്ടെ, ആർക്കെതിരെയാണ് പരാതി? അങ്ങേക്കെതിരെ തന്നെ. ഇംപോസിബിൾ. വല്ല ട്രോളന്മാരുടെയോ യൂട്യൂബേഴ്സിന്റെയോ പണിയാകാനാണ് സാധ്യത. കടത്തി വിട്ടേക്കെ. നിന്റെയൊക്കെ പണി നീ തീർപ്പിക്കുമേടാ. ദുഷ്യേട്ടാ, ഈ കൊരങ്ങന്മാർ പറയുക എനിക്ക് ദുഷ്യേട്ടനെ കാണാൻ പെർമിഷൻ വേണമെന്ന്. ഇവന്മാരെല്ലാം സസ്പെൻഡ് ചെയ്തേക്ക്. നീ ഏതാ? ഈശ്വര, ദുഷ്യേട്ടൻ എന്നെ മറന്നോ? ഞാൻ ദുഷ്യേട്ടന്റെ ശകു. ഹോ, ദുശകുനം. എനിക്കൊന്നും അറിയില്ല ഇവരെ. കടന്നു പോകൂ. ഗെറ്റ് ഔട്ട്. എന്റെ കൊച്ചിനെ പറഞ്ഞു പറ്റിക്കുന്നോ? എന്നെ കൊന്നാലും ഇവിടുന്ന് പോകില്ല. രാജശാസനം ധിക്കരിക്കുന്നവർക്ക് വധശിക്ഷ തന്നെ. ആരെവിടെ? ഭവനായി വിളിക്കും. ഏതാ ഈ അലവലാതി? Look man, I am not an Alabaladi. I am Pavanai, a real professional killer. മോളെ, സാധനം കയ്യിലുണ്ടോ? അയ്യോ, ഏത് സാധനം? ദുഷ്യനെ കാണിക്കാൻ എന്തെങ്കിലും തെളിവ്? ആകപ്പാടെ ഉണ്ടായിരുന്ന മുദ്രമോതിരല്ലേ അച്ഛൻ കള്ളു കുടിച്ചിട്ട് മീനെ തീറ്റയായിട്ട് ഇട്ട് കൊടുത്തത്. പിന്നെ മറ്റുള്ള വിക്ടിംസിന് കൊടുക്കാത്ത ഒരു പരിഗണന ഞാൻ നിങ്ങൾക്ക് തരാം. യു ക്യാൻ സെലക്ട് യുവർ ഓൺ വെപ്പൺ. അമ്പും വില്ലും കൊണ്ട് ചാവണോ, ബോംബ് വേണോ, അതോ പിസ്റ്റൾ മാത്രം മതിയോ? Come on. No? I will select.
മലപ്പുറം കത്തി തന്നെയാവാം. പ്രഭു, സന്യാസിയെ കൊന്നാൽ ശാപം കിട്ടൂന്നാ പറയുന്നേ. അതെയോ? പിന്നെ ഇവരെ പുറത്താക്കാൻ എന്താണൊരു വഴി? ആ, ഒരു വഴിയുണ്ട്. ആരെവിടെ? ആ റിമോട്ട് കൊണ്ടുവരൂ. ഇതാ പ്രഭു. ആ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട. വാ മോളെ, എത്രയും വേഗം പോകാം. ഇയാളുടെ ആളാണെങ്കിൽ നമ്മുടെ ചറ്റക്കുടലും കൂടി പിടിച്ചെടുക്കും. ഞാൻ കത്തി പുറത്തെടുത്താൽ അയ്യോ, ചോര കാണാതെ അകത്ത് വെക്കില്ല. ആ പവനായി ഒരു കാര്യം ചെയ്യേ. മാലിന്യ നദിയിൽ നിന്ന് പിടിച്ച കുറച്ച് പുഴമീൻ നമ്മുടെ പള്ളി കിച്ചണിലുണ്ട്. അത് ചെന്ന് മുറിക്കേ. പവനായിയുടെ കത്തി ചോരയും പറ്റും, നമുക്ക് പള്ളിയൂണിനെ കറിയുമാകും. ശരി പ്രഭു. എടോ ബടോ. എന്താടോ? ഐ ആം ദ സോറി. എന്താ പ്രഭു? നമ്മുടെ ഭരണം കൊണ്ട് പ്രജകൾക്കെല്ലാം ക്ഷേമം തന്നെയല്ലേ? അങ്ങയുടെ മരണം കൊണ്ട്, സോറി, ഭരണം കൊണ്ട് പ്രജകൾക്കെല്ലാം ക്ഷാമം തന്നെയാണ്. വെരി ഗുഡ്. പ്രഭോ, അയ്യോ, എന്നെ കൊല്ലല്ലേ. അതല്ല പ്രഭു, ഒരു മീനിന്റെ വയറ്റിൽ നിന്നും അങ്ങയുടെ കാണാതായ മുദ്രമോതിരം കിട്ടിയിരിക്കുന്നു. എന്റെ ശകു. രംഗം 3. ദുഷ്യന്തനും കൂറ്റരും കന്യാശ്രമത്തിലേക്ക്. നമ്മളിനി എന്തു ചെയ്യും അച്ഛാ? നിന്റെ കല്യാണം നടത്താൻ ഞാനൊരു പുതിയ തപസ് തുടങ്ങുകയാണ്. ഒരു നോൺ സ്റ്റോപ്പ് രാമായണം വായന. അത് വേണോ അച്ഛാ? കണ്ണു മഹർഷി ഒരു തടവ സൊന്ന 100 തടവ സൊന്ന മാതിരി. രാമനോ തോർത്തില്ല, ലക്ഷ്മണനോ മുണ്ടില്ല, ഹനുമാൻ ഓരോ രോമങ്ങൾ പരിച്ചറിയവേ. അച്ഛൻ എന്താ ഈ വായിക്കുന്നത്? രാമന് തോർത്തും ലക്ഷ്മണന് മുണ്ടില്ലെന്നുമല്ല. രാമന് തോർത്തില്ല, ലക്ഷ്മണനോ മിണ്ടിയില്ല, ഹനുമാൻ ഓരോ മരങ്ങൾ പറിച്ചെറിയവേ. അങ്ങനെയാണ്. അച്ഛന് നിന്റെ അത്രയും പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലല്ലോ. ഞാൻ പണ്ടത്തെ 2ാം ക്ലാസ്സും ഗുസ്തിയാ. നീയല്ലേ 4ാം ക്ലാസ് വരെ പഠിച്ചത്. ആ ശരി ശരി. നമുക്കൊരു സെൽഫി എടുക്കാം. ചമിക